ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ പോലീസുകാരൊക്കെ പറയാറുള്ള ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രഥമ ദൃഷ്ടിയാൽ അയാൾ കുറ്റക്കാരനല്ല. ഈ പറഞ്ഞു വരുന്നത് പിശാചിനെ കുറിച്ചാണ്. ഇത് നല്ല പിശാചാണ്. ഇന്നത്തെ ഗോസ്പൽ വായിക്കുമ്പോൾ വളരെ നല്ലൊരു പ്രൊക്ലമേഷനൊക്കെ അയാൾ നടത്തിയിട്ടിരിക്കുകയാണ്. യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്നു. വെറുതെയല്ല, ആധികാരികതയോടെ പഠിപ്പിക്കുകയാണ്. നിയമജ്ഞരെ പോലെയൊന്നുമല്ല. ആളുകളൊക്കെ എന്നെ വിസ്മയം കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വാക്കും മുത്തുപോലെ മനുഷ്യരിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ണെടുക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു പിശാച് ബാധിതൻ പിശാചാൽ പ്രേരിതനായി എഴുന്നേറ്റെന്ന് പറഞ്ഞു, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. എത്ര നല്ല പിശാചാണല്ലേ! ഇതൊക്കെ തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്. യേശുവിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു പിശാച്, നല്ല മനുഷ്യൻ. ഇങ്ങനെ പിശാച് ഒരു പ്രൊക്ലമേഷൻ നടത്തുകയാണ്. ഇതിലെവിടെയാണ് പ്രശ്നം? പിശാച് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഈ തെറ്റിനെ നമ്മൾ ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇതേപോലെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഇങ്ങനെ പത്രോസ് ഒരു പ്രൊക്ലമേഷൻ നടത്തി. അതെല്ലാവരാലും കൈയടിക്കപ്പെട്ടു. യേശുവൊക്കെ പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത് നിൻ്റെ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എല്ലാവരുടെ മുമ്പിൽ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനു മുമ്പ് ഈ പിശാചാണ് പറഞ്ഞത്. പിശാചിനെയാണ് കുറച്ചും കൂടി യേശു അപ്രിഷ്യേറ്റ് ചെയ്യുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൈയടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. എന്താ യേശു അത് ചെയ്യാത്തത്? പ്രിയമുള്ളവരെ, രണ്ടിടത്തും അറിവുണ്ട്. പിശാച് അവൻ്റെ അറിവിൽ നിന്ന് അവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. പിന്നീട് കുറച്ചും കൂടി അധ്യായം കഴിയുമ്പോൾ പത്രോസും പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. രണ്ടുപേരും ഒരേ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഒരാൾക്ക് മാത്രം കയ്യടിയും ഒരാൾക്ക് അവഗണനയും. എന്തുകൊണ്ട്? ആ ചോദ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത്. രണ്ടുപേർക്കും അറിവുണ്ട്. പക്ഷെ രണ്ടുപേരും അറിവ് സഹായിച്ചത് അവിടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. പത്രോസിൻ്റെ അറിവ് അവനെ പിന്നീട് എന്നേക്കുമായുള്ള രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും ഒരു കാരണമായി തീർന്നു. അയാൾ സഭയുടെ പാപ്പയായി തീർന്നു. അങ്ങനെ സഭയെ തന്നെ നയിക്കുന്ന അയാൾ വലിയൊരു മനുഷ്യനായും വിശുദ്ധനായൊക്കെ തീർന്നു. ക്രിസ്തുവിന് മരിക്കാൻ പോയി അയാൾ തയ്യാറായി. പിശാചിൻ്റെ അറിവ് പിശാചിൻ്റെ രക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്കോ വേണ്ടിയല്ല, അത് യേശുവിൻ്റെ വലിയൊരു പദ്ധതി തകർക്കാൻ വേണ്ടിയായിരുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയായ കുരിശുമരണം അത് തകർക്കാൻ വേണ്ടിയാണ്. അതാണ് തൊട്ടു മുമ്പത്തെ ജ്ഞാനസ്ഥാന തിരുനാളിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്. യേശുവിന് കുരിശുമരണം ഈ ഭൂമിയിൽ സംജാതമാക്കണം. അത് ദൈവപുത്രനാണ് ഈ ജനങ്ങൾ പറയണം. അതുകൊണ്ട് വളരെ സീക്രട്ടായിട്ട് യേശു സൂക്ഷിച്ച ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്നുള്ളൊരു സംഭവം. പക്ഷേ ഇത് പിശാച് എല്ലായിടങ്ങളിലും റിവീൽ ചെയ്യുകയാണ്. അങ്ങനെ റിവീൽ ചെയ്ത് യേശുവിൻ്റെ കുരിശുമരണം തടസ്സപ്പെടുത്താൻ നോക്കിയ പിശാചിൻ്റെ അറിവാണ്. എല്ലാ അറിവും നല്ലതല്ല. ചില അറിവുകളൊക്കെ നന്മയായി ഉപകരിക്കുകയില്ല. അതാണ് ഇന്നത്തെ ഗോസ്പൽ നൽകുന്ന ഒരു റിഫ്ലക്ഷൻ. പത്രോസിൻ്റെ അറിവ് അത് എന്നേക്കുമായുള്ള രക്ഷയും പിശാചിൻ്റെ അറിവ് എന്നേക്കുമായുള്ള ശാപത്തിനും കാരണമായി മാറും. അതുകൊണ്ട് പിശാചിനോട് യേശു പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അത്രയേ ഉള്ളൂ. ചില അറിവുകളൊന്നും മിണ്ടാൻ പോലും പാടില്ല. ദൈവിക കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ചൊക്കെ മണ്ടന്മാരായിരിക്കുന്നതാണ് നല്ലത്, കുറച്ചൊക്കെ അറിവില്ലാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പിശാച് പറഞ്ഞ ഒരു ആധികാരികതയുടെ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലല്ലോ. പിശാച് പറഞ്ഞ ഡേഞ്ചറസ് വേർഡുണ്ട്, എനിക്ക് നിന്നെ അറിയാം. അതൊരു ഡേഞ്ചറസ് വേർഡാണ്. നമുക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ദൈവം നമ്മിൽ ചുരുങ്ങും. ഒരു വസ്തു അതിനെനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കീഴിലാവും. സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടിയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിക്ക് സൃഷ്ടാവിനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തിരിഞ്ഞു. പിശാച് എനിക്ക് നിന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ചെറുതാക്കിയതാണ്. നമുക്ക് ദൈവത്തെ അറിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു മിസ്റ്ററിയാണ്. നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടൊക്കെ ആ പരിമിതികൾക്കുള്ളും ദൈവത്തെ ഒതുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകില്ല, ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നമുക്ക് മനസ്സിലാകില്ല, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലാകില്ല. ചില അറിവില്ലായ്മയൊക്കെ നമുക്കുണ്ടാകും. ചില അറിവില്ലായ്മ അത് ദൈവിക കാര്യങ്ങൾ നല്ലതാണ്. പ്രിയമുള്ളവരെ, എല്ലാ അറിവും രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എല്ലാം നീതിയുക്തമായിരിക്കാം, പക്ഷേ എല്ലാം രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല. സെയിം കോൺസെപ്റ്റാണ്. ചില അറിവുകളൊക്കെ നമുക്ക് നല്ലതാണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ രക്ഷയ്ക്ക് ഉപകരിക്കില്ല. അതുകൊണ്ട് ചില അറിവുകളൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല
എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാൺമാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാനിടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. 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 നാഥാ നന്ദി. നന്ദി.